ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ദുഃഖവാർത്ത നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, നമ്മുടെ ചിന്നു പാപ്പുവിൻ്റെ മരണം. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവറുള്ള ഒരു പെൺകുട്ടിയാണ്. ശരിക്കും ചിന്നു പാപ്പുവിൻ്റെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഊർജ്ജം വരുന്നതായിരിക്കും. അത്രയ്ക്കും സ്മാർട്ടായിട്ടാണ് ആ ഒരു പെൺകുട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അല്ലേ. ഞാൻ സ്ഥിരമായിട്ട് ചിന്നൂസിൻ്റെ വീഡിയോസ് കാണുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൾ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഒരുപാട് തിരക്കിലൊക്കെ പെട്ടുപോയി. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോസ് ചെയ്യുന്നത്. യൂട്യൂബിലും അതുപോലെ തന്നെ ആക്റ്റീവായിരുന്നു ചിന്നുപ്പാപ്പുവിൻ്റെ ആ ഒരു കാസർഗോഡ് സ്റ്റൈലിലുള്ള ആ ഒരു സംസാര രീതികൾ തന്നെ അവളിലേക്ക് ഒരുപാട് ആകർഷണം എത്തിക്കും. കാരണം ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ ചുവട്ടിലും ഓരോരുത്തരിടുന്ന കമൻറ്റ് വായിച്ചിട്ട് ഞാൻ പലപ്പോഴും ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്നു പാപ്പുവിന് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ചിന്നുവും ഹസ്ബൻഡും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 4 വയസ്സായൊരു കുഞ്ഞുണ്ട്. കുഞ്ഞ് ചിന്നുവിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ എല്ലാം ചിന്നുവിൻ്റെ കൂടെ സുഹൃത്താണ് ചിന്നുവിന് കൂട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറേ പ്രാവശ്യം അവൻ വിളിച്ചിട്ടും ചിന്നു ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഒരു സുഹൃത്തിനെ കൂട്ടി ചിന്നുവിൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് ചിന്നു തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ അതിനു മുമ്പ് മരണം സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായിരിക്കും ചിന്നുവിന് സംഭവിച്ചത്? ഒരു മരണം കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമാകുമോ? അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണ്ടേ ചിന്നു? അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ മരണത്തിലേക്കല്ല ഓടിപ്പോണ്ടത്. നമ്മൾ പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ എന്തെങ്കിലും നമ്മുടെ അടുത്തൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കേട് മൂലമൊക്കെ നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നത്. പക്ഷേ അത് കുറച്ച് കാലം ആളുകൾ പറഞ്ഞിട്ട് അവർ താനേ നിർത്തിക്കോളും. ദയവ് ചെയ്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്. എൻ്റെ ബുദ്ധിയിലും അങ്ങനെ ഒരു ബുദ്ധികൾ തോന്നാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ചിന്നുവിൻ്റെ ഈ ഒരു മരണത്തിൽ ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ ചിന്നുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ചിന്നുവിൻ്റെ ആത്മശാന്തി കിട്ടാൻ വേണ്ടി ലൈജസ് പ്രാർത്ഥിക്കുന്നു. കാരണം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ 2 ദിവസമായി ആ സംഭവം നടന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് വീഡിയോസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ചിന്നു എനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. കാരണം 10-25 വയസ്സ് മാത്രമേ കുഞ്ഞിനുള്ളൂ. അവൾ ചെയ്യുന്ന ഓരോ പ്രമോഷൻ വീഡിയോസും കാസർഗോഡ് സ്റ്റൈലിലുള്ള സത്യം പറയണേ അത് കേട്ടിരിക്കാൻ തന്നെ ഒരു ഇഷ്ടമാണ്. ഒരു പ്രത്യേക സ്റ്റൈലാണ് ചിന്നിൻ്റെ സംസാര രീതികൾ. കുക്കിംഗ് ആയാൽ പോലും, അതുപോലെ പ്രൊമോഷൻ വീഡിയോസ് ആയാലും, അതും റീലുകൾ ചെയ്യുമ്പോഴും എല്ലാം ചിന്നൂസിൻ്റെ ആ ഒരു സംസാര രീതികളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചിന്നുവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടാറ്റ, ബൈ ബൈ.